മഹാരാഷ്ട്രയിലാണ് ഏറ്റവും പൊക്കം കൂടിയ ഒരു മലയാണ് ഇന്ന് നമ്മൾ കയറാൻ പോകുന്നത്. കൽസുബായ് പീക്ക് ഏകദേശം ഒരു 6-7 കിലോമീറ്ററോളം നടക്കാനുള്ള ഒരു വലിയൊരു ട്രക്കിംഗ് പോയിന്റ് തന്നെയാണിത്. ഇപ്പൊ ഞാനുള്ളത് ബരി വില്ലേജിലാണ്. പാരമ്പര്യമായ രീതിയിലുള്ള കൃഷികളും പിന്നെ പഴയ സ്ട്രക്ചറിലുള്ള വീടുകളൊക്കെ ആയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമം. ഇവിടെ നിന്ന് ഈ ട്രക്കിംഗ് പോയിന്റ് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ഏകദേശം 3-3.5 മണിക്കൂർ എടുക്കും. പക്ഷേ ഇന്ന് എന്റെ നിവർത്തിയോട് കൊണ്ട് തന്നെ 4 മണിക്കൂറിനുള്ളിൽ പോയിട്ട് തിരിച്ചു വരണം. കാരണം ഇപ്പൊ ഏകദേശം സമയം 3:45 ആയിട്ടുണ്ട്. ഒരു 7-7 ആകുന്നെങ്കിലും തിരിച്ചെത്തണം എന്നുള്ള ഐഡിയയിലാണ് ഞാനും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു യാത്രയുടെ ബുദ്ധിമുട്ട് അറിയുന്നതുകൊണ്ട് തന്നെ ആരും തന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു ട്രക്കിംഗ് പോയിന്റ് ചൂസ് ചെയ്യാറില്ല. ഞാനാണ് ഇന്ന് ഈ ട്രക്കിംഗ് പോയിന്റിൽ കയറാൻ വന്നിരിക്കുന്ന അവസാനത്തെ ആള്. ഏതായാലും പെട്ടെന്ന് കയറാന്ന് വിചാരിച്ച് നടക്കുന്നതുകൊണ്ടാണ് നല്ലോണം ക്ഷീണമുണ്ട്. ചെറിയ ചെറിയ കാടുകളും പിന്നെ ഇതേപോലത്തെ കല്ലും പിന്നെ മഴ പെയ്ത് നല്ല ചെളിയായി കിടക്കുന്ന ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൂടെ ഞാൻ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഒരു പോയിന്റിലെത്തി. ശരിക്കും ഈ ഒരു മൺസൂൺ കാലത്ത് വേണം ഇവിടെ വരാൻ. ട്രക്കിങ്ങിന്റെ 100% ഓഫ് ഫീൽ കിട്ടണമെങ്കിൽ ഉറപ്പായിട്ട് മഴക്കാലത്ത് തന്നെ വരണേ. ഏകദേശം ഇവിടുന്ന് കാണുമ്പോൾ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ കാണാൻ പറ്റും. എന്നാലും നമ്മൾ പോകേണ്ടത് ഈ ഒരു വഴി കൂടെയാണ്. ഏകദേശം ഒരു 200 കിലോമീറ്റർ നടന്നപ്പോൾ ആദ്യത്തെ ഒരു കട കണ്ടു. കടയുടെ മുമ്പിൽ ഒരുപാട് കസേരകൾ നിരത്തിയിട്ടുണ്ട്. ഈ ഒരു കസേരയിൽ ഇരുന്ന് കാണുന്ന വ്യൂ കണ്ടു. എന്തൊരു രസമല്ലേ. ദൂരത്തൊരു വെള്ളച്ചാട്ടം പിന്നെ പച്ചപ്പ് നിറഞ്ഞ കുറെ മലകളും. ഇനി അങ്ങോട്ട് ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട്. അങ്ങനെ ചെല്ലുമ്പോൾ അടുത്ത 1-2 കടകളും കൂടി കണ്ടായിരുന്നു. മേലെ എത്തുന്ന വരെ കടകളുണ്ട് കേട്ടോ. താഴത്തെ കാലാവസ്ഥ പോലെയല്ല മേലെ എത്തിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. മഴയില്ലാത്ത കാലാവസ്ഥ കണ്ട് കോട്ടൊന്നും ഇല്ലാണ്ട് ഓടി പോകാൻ വന്നുകൊണ്ട് തന്നെ പെരുമഴ നനയേണ്ട വന്ന്. ഇങ്ങോട്ട് അധികം പേരും വരുന്നത് ടീമായിട്ട് തന്നെയാണ് കേട്ടോ. ഞാൻ അധികം ഇതുപോലെയുള്ള ട്രക്കിംഗ് ഒക്കെ സോളോ റൈഡാണ് എടുക്കാറ്. കാരണം ട്രക്കിംഗ് ആണെങ്കിലും ശരി ഇങ്ങനത്തെ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എവിടെയും കാത്തു നിൽക്കാനോ അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാനോ എനിക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കൂടെ വരുന്ന ആൾക്കാർ വല്ലാണ്ട് ക്ഷീണിച്ചു പോകും. ഇനി അങ്ങോട്ട് മഴയൊക്കെ ഞാൻ കാര്യമാക്കുന്നില്ല. മഴ നനഞ്ഞു പോവാന്ന് വിചാരിച്ചു. ഏറ്റവും അപകടമായിട്ടുള്ള സ്ഥലത്തൊക്കെ ഇതുപോലത്തെ പടികൾ ഇട്ടുന്നുണ്ട്. പണ്ടൊക്കെ കയറും കെട്ടി വലിഞ്ഞു കയറിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ഇവിടെ ആൾക്കാരൊക്കെ കൂടുതലായിട്ട് വരാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പണിയാൻ തുടങ്ങിയത്. ഗൈസ്, പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് കയറാനും ടിക്കറ്റ് ഒന്നും വേണ്ട, ഫ്രീ ആയിട്ട് തന്നെ കയറി ഇറങ്ങാം കേട്ടോ. ഓരോ പോയിന്റുകൾ എത്തുമ്പോഴും ഇങ്ങനത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഓരോ കാഴ്ചകൾ കണ്ട് കയറുമ്പോൾ ഇനി അങ്ങോട്ട് എന്താന്നുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീലിലാണ് ഞാൻ കയറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പെരുമഴ പെയ്തിട്ടും നനഞ്ഞുകൊണ്ടാണെങ്കിലും ശരി മേലെ കയറി ഫൈനൽ വ്യൂ കണ്ടിട്ട് തിരിച്ചു ഞാൻ പോകുന്നുള്ളൂ എന്നുള്ള തീരുമാനം എടുത്തത്. അങ്ങനെ മഴയൊന്നും ഒഴിവായപ്പോഴത്തേനും ഫുള്ളായിട്ട് മേലെ മഞ്ഞ് വരാൻ തുടങ്ങി. നോർമലായിട്ട് തന്നെ പൊക്കം കൂടിയ സ്ഥലങ്ങളിൽ മഞ്ഞ് കൂടുതലായിരിക്കും. ഇതൊന്ന് മൺസൂൺ സീസണും കൂടി ആയതുകൊണ്ട് ഒന്നും തന്നെ കാണാൻ വയ്യ. ഇത് കണ്ടില്ല, ചുറ്റിലും മഞ്ഞ് തന്നെ. ഇത് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് ഒരു പിടുത്തമൊന്നുമില്ല. ആൾക്കാർ 1-2 പേര് വരുന്ന ദിശ നോക്കി ഈ കമ്പിയുടെ ദിശ നോക്കി ഞാനങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്ത ഒരു സ്റ്റെപ്പും കൂടെ വന്ന് നേരത്തെ കണ്ട അതേ കമ്പികൾ തന്നെ. ഫൈനൽ വ്യൂവിന്റെ അടുത്തെത്തിയ മഴ മാറി നല്ല മഞ്ഞ് പെയ്യുന്ന ഈ സമയത്ത് നമ്മൾ ഫൈനൽ വ്യൂവിൽ എന്താ ഉള്ളതെന്ന് കാണാൻ പോവാണ്. ഇതാണ് ഫൈനൽ വ്യൂ. ഇവിടെ ഒരു അമ്പലം തന്നെയുള്ളത്. ഏകദേശം നാസിക്കിലും മഹാരാഷ്ട്രയിലൊക്കെ ഉള്ള മലയുടെ മേളിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു സംഭവം ഈ അമ്പലം തന്നെയാണ്. ഇവിടെ ഉള്ളത് ഒരു ശിവന്റെ അമ്പലമാണെന്ന് തോന്നുന്നു. ഇവിടെ വരുന്ന ഭക്തന്മാർ പിന്നെ ഗാർഡുമാരൊക്കെ എങ്ങനെ കൂടി ഈ അമ്പലം അത്യാവശ്യം വൃത്തിക്ക് തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യത്തിന് പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമായി തന്നെയാണ് തോന്നുന്നത് കേട്ടോ. ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. കൽസുബായ് പീക്കിന്റെ വീക്ക്നെസ്സിൽ ഇതാ കൈസുള്ളത്. ഈ കൽസുബായ് എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ പേരാണ് കേട്ടോ. അങ്ങനെ ഇവിടെ തിരിച്ചു വരുന്ന വഴിക്കാണ് മഞ്ഞൊക്കെ കുറഞ്ഞു, മഴയില്ല. ഇവിടെ നിന്നുള്ള ഫൈനൽ വ്യൂവിൽ നിന്ന് താഴേക്കൊന്ന് നോക്കാന്ന് വിചാരിച്ചു. എന്തൊരു രസമല്ലേ കാണാൻ. ഇപ്പൊ നമ്മൾ ഏകദേശം നിൽക്കുന്നത് 5400 അടി പൊക്കത്താണ് കേട്ടോ. വർഷം തോറും 1000 മേലെ ആൾക്കാർ വന്നു പോകുന്ന ഈ ഒരു സ്ഥലത്ത് 2025 ഞാനും വന്നു. ഇപ്പൊ തന്നെ ഏകദേശം 8 കിലോമീറ്ററോടെ നടന്നിട്ടുണ്ടെങ്കിലും തിരിച്ച് 8 കിലോമീറ്റർ നടക്കുകയും ചെയ്യണം. എന്നാലും നഷ്ടമായി എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ തന്നെ ഒരു അടിപൊളി സ്ഥലം തന്നെയാട്ടോ ഇത്. നിങ്ങളും പറ്റുകയാണെങ്കിൽ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ട്രൈ ചെയ്യണേ. ബൈ ബൈ.